വെൽക്കം ഫ്രണ്ട്സ്. JIB എക്സാമിലെ പേപ്പർ 3 AFM അതിൽ ചില ബേസിക് അക്കൗണ്ടൻസി പ്രൊസീജിയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗോയിങ് കൺസേൺ, കൺസർവേറ്റിസം, റവന്യൂ റെക്കഗ്നിഷൻ, റിയലൈസേഷൻ, അക്രൂവൽ ആൻഡ് ക്യാഷ് ബേസിസ്, ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാം. ഗോയിങ് കൺസേൺ. ശ്രദ്ധിച്ചു കേൾക്കണം. ഗോയിങ് കൺസേൺ എന്താണിത്? മലയാളത്തിൽ വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനി തുടങ്ങി അത് പെട്ടെന്നൊന്നും നിർത്തിപ്പോകില്ല, മറിച്ച് ദീർഘകാലത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസമാണ്. അതായത് ഉടൻ അടച്ചുപൂട്ടാൻ പോകുന്നില്ല എന്നൊരു ധാരണ. ഈ ഒരൊറ്റ ആശയം മാത്രം മതി ഒരു കമ്പനിയുടെ ആസ്തികളെ നമ്മൾ കാണുന്ന രീതി തന്നെ മൊത്തത്തിൽ മാറ്റാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു വെറും തിയറിയല്ലേ എന്ന്. അല്ല, ഇത് വളരെ പ്രാക്ടിക്കലാണ്. കാരണം ഈയൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഒരു സ്ഥിരത വരുന്നത്, കമ്പനികൾക്ക് ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനമായി, ഒരു കമ്പനി പൂട്ടാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അതിൻ്റെ ആസ്തികളെല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിക്കും, അല്ലേ? ആ ഒരു രീതിയിൽ ആസ്തികളെ വിലയിരുത്തുന്നതിൽ നിന്നും ഇത് നമ്മളെ തടയുന്നു. അതാണിതിൻ്റെ പ്രാധാന്യം. നിങ്ങളൊരു ബാങ്കർ എന്ന നിലയിൽ ഇത് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ബാലൻസ് ഷീറ്റിലും ഈ ഗോയിങ് കൺസേൺ എന്ന ആശയം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മിഷനറി, അല്ലെങ്കിൽ കുറേ സ്റ്റോക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള പണം, ഇതെല്ലാം എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രത്യേക മൂല്യത്തിൽ രേഖപ്പെടുത്തുന്നത്? കാരണം ആ മെഷീനറി ഒരുപാട് കാലം ഉപയോഗിക്കുമെന്നും ആ സ്റ്റോക്ക് വിറ്റ് തീരുമെന്നും ആ പണം തിരികെ കിട്ടുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ഗോയിങ് കൺസേൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപ്പറ, അതായത് ഗോയിങ് കൺസേൺ, ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി. ഇനി നമുക്ക് ആ പിരമിഡിന്റെ അടുത്ത ലെയർ പണിയാം. ഇത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരുതരം ജാഗ്രതയുടെ തത്വമാണ്, ഒരു കരുതൽ. അടുത്ത ഇംഗ്ലീഷ് ടേമാണ് കൺസർവേറ്റിസം. ഇതിന് പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് എന്നും ഒരു പേരുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരുതരം യാഥാസ്ഥിതികത്വം അല്ലെങ്കിൽ കരുതൽ എന്നൊക്കെ പറയാം. ഒരു അക്കൗണ്ടന്റ് എപ്പോഴും ഒരു കാര്യത്തിന്റെ നല്ല വശം മാത്രം കാണരുത്, വരാനിരിക്കുന്ന ഏറ്റവും മോശം സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കണം. അതാണിതിന്റെ കാതൽ. എപ്പോഴും ഒരു മുൻകരുതൽ വേണം. അപ്പോൾ ഈ കൺസർവേറ്റിസത്തിന്റെ നിയമങ്ങൾ വളരെ ലളിതമാണ്. റൂൾ നമ്പർ 1, ആസ്തികളും വരുമാനവും ഒരിക്കലും കൂട്ടിപ്പറയരുത്, എപ്പോഴും കുറഞ്ഞ മൂല്യത്തിൽ രേഖപ്പെടുത്തുക. റൂൾ നമ്പർ 2, നേരെ തിരിച്ച് ബാധ്യതകളും ചെലവുകളും ഒന്നുപോലും വിട്ടുപോകാതെ അതിന്റെ ഏറ്റവും കൂടിയ മൂല്യത്തിൽ തന്നെ രേഖപ്പെടുത്തുക. ചുരുക്കി പറഞ്ഞാൽ, ലാഭം കിട്ടുമെന്ന് ഉറപ്പാകുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എന്നാൽ വരാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങൾക്കും വേണ്ടി ഇപ്പോഴേ ഒരു കരുതലെടുക്കണം. ഇതാണ് സംഗതി. ശരി, അപ്പോൾ നമുക്കിപ്പോൾ ഉറപ്പുള്ള ഒരു അടിത്തറയുണ്ട്, ഗോയിങ് കൺസേൺ. അതിനു മുകളിൽ ഒരു കരുതലിന്റെ ലെയറും വെച്ചു, കൺസർവേറ്റിസം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു ബിസിനസ്സിൽ ഒരുപാട് ഇടപാടുകൾ നടക്കുമല്ലോ, അത് എപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടത്? അതിനും ചില നിയമങ്ങളുണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ടേം ഇതാണ്, റവന്യൂ റെക്കഗ്നിഷൻ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇത് വരുമാനം തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്. എപ്പോൾ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തത്വം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വരുമാനം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് കയ്യിൽ കാശ് കിട്ടുമ്പോഴല്ല, ഒരിക്കലുമല്ല. മറിച്ച് ആ പണം കിട്ടാൻ നമുക്കൊരു നിയമപരമായ അവകാശം എപ്പോഴാണോ ഉണ്ടാകുന്നത്, ആ നിമിഷമാണ് വരുമാനം റെക്കോർഡ് ചെയ്യേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈയൊരു വിൽപ്പനയുടെ യാത്ര നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, അപ്പോൾ വരുമാനമില്ല. പിന്നെ ഒരു കസ്റ്റമറെ കണ്ടെത്തുന്നു, ഒരു കരാറുണ്ടാക്കുന്നു, എന്നിട്ട് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നു, അവരത് സ്വീകരിക്കുന്നു. അപ്പോൾ അവർ പണം തരാമെന്ന് സമ്മതിക്കുന്നു. ആ നിമിഷം, ആ 5ാമത്തെ സ്റ്റെപ്പിൽ പണം കിട്ടാനുള്ള നിയമപരമായ അവകാശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ വരുമാനം രേഖപ്പെടുത്തുന്നത്, കയ്യിൽ ₹1 പോലും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ കണ്ടില്ലേ, ഒരു വിൽപ്പന നമ്മുടെ ബുക്കിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന ആ നിമിഷം, അതിനെയാണ് നമ്മൾ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആ കസ്റ്റമർ ശരിക്കും നമുക്ക് പണം തരുന്ന നിമിഷം, അതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ റെക്കഗ്നിഷനും റിയലൈസേഷനും തമ്മിലുള്ള ഈ ഒരു സമയവ്യത്യാസമാണ് നമ്മളെ നമ്മുടെ അവസാനത്തെ 4ാമത്തെ തത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ പിരമിഡിന്റെ ഏറ്റവും മുകളിലത്തെ കല്ല്, നമ്മുടെ അവസാനത്തെ പ്രധാന ഇംഗ്ലീഷ് ടേം ഇതാണ്, അക്രൂവൽ ബേസിസ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, തൊട്ടുമുൻപ് നമ്മൾ പഠിച്ച റവന്യൂ റെക്കഗ്നിഷൻ തത്വം പ്രായോഗികമാക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഈ അക്രൂവൽ ബേസിസ്. അപ്പോൾ ഈ അക്രൂവൽ ബേസിസും നമ്മൾ സാധാരണ കേൾക്കുന്ന ക്യാഷ് ബേസിസും തമ്മിൽ എന്താണ് വ്യത്യാസം? ക്യാഷ് ബേസിസിൽ പണം കിട്ടുമ്പോൾ വരുമാനം, പണം കൊടുക്കുമ്പോൾ ചെലവ്, അത്രയുള്ളൂ. പക്ഷേ അക്രൂവൽ ബേസിസ് അങ്ങനെയല്ല. വരുമാനം എപ്പോഴാണോ ഏൺ ചെയ്യുന്നത് അപ്പോൾ രേഖപ്പെടുത്തും. അതുപോലെ ആ വരുമാനമുണ്ടാക്കാൻ വന്ന ചെലവുകളും അതേ കാലയളവിൽ തന്നെ രേഖപ്പെടുത്തും. ഇതിനെയാണ് നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡയസ് 1 പ്രകാരം നിർബന്ധമാക്കിയിട്ടുള്ള ഈ അക്രൂവൽ ബേസിസാണ് ഒരു കമ്പനിയുടെ പ്രകടനത്തിന്റെ ഏറ്റവും ശരിയായ ചിത്രം നമുക്ക് തരുന്നത്.
അപ്പോ നമ്മുടെ പിരമിഡ് പൂർത്തിയായി. നമ്മൾ ഒരുമിച്ച് അടിത്തറയിട്ടു. ഓരോ ലെയറുകളായി അത് കെട്ടിപ്പൊക്കി. ഇനി ഇതെല്ലാം ചേർത്ത് നിങ്ങളുടെ JEAB പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പെർഫെക്റ്റ് ബ്ലൂ പ്രിന്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ? ദാ ഈ പിരമിഡ് നോക്കൂ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എത്ര മനോഹരമായാണ് ഇതിലൊതുക്കിയിരിക്കുന്നത്. ഓരോന്നും എത്ര ലോജിക്കലായാണ് അടുത്തതിലേക്ക് നയിക്കുന്നതെന്ന് കണ്ടില്ലേ? ഏറ്റവും താഴെ ഗോയിങ് കൺസേൺ എന്ന വിശ്വാസം, അതിനു മുകളിൽ കൺസർവേറ്റിസം എന്ന കരുതൽ, പിന്നെ റവന്യൂ റെക്കഗ്നിഷൻ എന്ന ടൈമിംഗ് റൂൾ, ഏറ്റവും മുകളിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന അക്രൂവൽ ബേസിസ് എന്ന സിസ്റ്റം. അപ്പോ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ഈ ഓർഡർ, ഈ ഹയറാർക്കി മറക്കരുത്. ഗോയിങ് കൺസേൺ, പിന്നെ കൺസർവേറ്റിസം, പിന്നെ റിക്കഗ്നിഷൻ, അവസാനം അക്രൂവൽ. രണ്ടാമതായി, ചില പ്രധാനപ്പെട്ട വാചകങ്ങൾ. കൺസർവേറ്റിസം എന്ന് കേൾക്കുമ്പോൾ ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്സ് എന്ന് ഓർമ്മ വരണം. റവന്യൂ റിക്കഗ്നിഷൻ എന്ന് കേൾക്കുമ്പോൾ ലീഗൽ റൈറ്റ് ടു റിക്കവർ എന്നും. ഈ കാര്യങ്ങളുടെ പ്രായോഗിക വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക.